ചെല്ലാനം കണ്ണമാലിയിലാണ് ഇപ്പോഴുള്ളത്. ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ അങ്ങേയറ്റം ദുസ്സഹമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ കടലേറ്റം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഞങ്ങൾക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങളുടെ വീടും ഞങ്ങളുടെ പരിസരവും. നിങ്ങളൊന്ന് ഇതൊരു ശാശ്വത പരിഹാരം കാണുക. ഇത് ഞങ്ങൾക്ക് ഒന്നും തരണ്ട. ഞങ്ങൾക്ക് ഇവിടെ ടെട്രാപ്പോഡ് വന്ന് താമസിയാതെ പാസ്സായിട്ടുണ്ടെന്ന് 2-3 വർഷമായി പറയണം ഞങ്ങളോട്. ഇതൊന്നും നടപ്പാകണില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുക. ഞങ്ങളല്ലെങ്കിൽ എവിടെയാണെങ്കിലും സമരം ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതിന് ഒരു ശാശ്വത പരിഹാരം കണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥകളാണ്. ഞങ്ങൾക്കിപ്പോൾ പണിയെടുത്ത് കൊണ്ടുവന്ന കടലിൽ പോയി പണിയെടുത്ത് കൊണ്ടുവന്ന പൈസ എടുത്ത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കടലൊഴുകിക്കൊണ്ട് പോയി നശിപ്പിച്ച് കളയണത്. ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. സർക്കാരൊന്ന് കണ്ണ് തുറക്കുന്നത്. ഞങ്ങളുടെ ഈ രോദന നിങ്ങളൊന്ന് കേൾക്കുന്നത്, ഒന്ന് കാണുക. നിങ്ങൾ കടൽ കയറി കഴിയുമ്പോൾ ഇത് പറഞ്ഞിട്ട് ഒരു ആവശ്യവുമില്ല. നിങ്ങൾ കടൽ കയറണ സമയത്ത് വാ. ഒത്തിരി വാഗ്ദാനങ്ങൾ കഴിഞ്ഞൊരു കൊല്ലം മുതൽ കൊടുത്തിട്ട് ഒന്നും നടത്തിയിട്ടില്ല. ആ വാഗ്ദാനങ്ങൾ നടത്താഞ്ഞത് കൊണ്ടുള്ള അവരുടെ പ്രതിഷേധവും, പിന്നെ വീടിൻ്റെ അകത്ത് ഈ വെള്ളവും ചെളിയെല്ലാം കയറിയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിൽ ഇവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. അതിൻ്റെ ഒരു അമർഷമാണ് അവർ കാണിച്ചത്. അപ്പോൾ ജൂലൈ 3 മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പിലും കളക്ടർ വില്ലേജ് ഓഫീസറെ വിട്ട് നഷ്ടപരിഹാരങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പിൽ തൽക്കാലത്തേക്ക് അവരൊന്ന് പിൻവലിഞ്ഞതാണ്. അപ്പോൾ ആ വാഗ്ദാനങ്ങൾ നടപ്പിലാകണം, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരവുമായിട്ട് ഇവർക്ക് പോകേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കടൽ വെള്ളം വീടുകളിലേക്ക് കടന്നു കയറുന്നതോടൊപ്പം തന്നെ കനത്ത മഴ കൂടി ഈ പ്രദേശത്ത് നിലനിൽക്കുന്നതും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്. പലരും സ്വന്തം നിലയിൽ പമ്പ് സെറ്റുകളും മറ്റും ഉപയോഗിച്ചാണ് വീടുകളിലും മറ്റും കയറിയിരിക്കുന്ന വെള്ളം പുറത്തേക്ക് കളയുന്നത്. ഏതായാലും ഈ പ്രദേശത്തെ അവസ്ഥ അങ്ങേയറ്റം ദുസ്സഹമായി തന്നെ തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.